യെസ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് മണവാളിന് നല്ലൊരു ഓഫറാണ് കൊടുക്കാനുള്ളത്. ഒരു 3 ലക്ഷം രൂപ മണവാളൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് 3 ലക്ഷം രൂപ ഇതിൽ ആരോട് വേണമെന്നുണ്ടെങ്കിലും മണവാളിനെ സെലക്ട് ചെയ്ത് ഫൈറ്റ് ചലഞ്ച് ചെയ്യാൻ റെഡിയാണോ? ഞാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും അയച്ചു തന്നു, പലരും ഷെയർ ചെയ്ത് തന്നിരുന്നു. അപ്പൊ അവർക്ക് മറുപടി ഞാൻ കൊടുക്കാനുള്ളത് യെസ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്ന മണവാളനും മണവാളുടെ MMA ഫൈറ്റും ആണ്. കമന്റ് ബോക്സും ഇൻബോക്സും ഒക്കെ നിറയെ മണവാളനാണ്. നമ്മളൊക്കെ എന്തെങ്കിലും വീഡിയോ ചെയ്ത പഴയ വീഡിയോസിൻ്റെ MMA കുറിച്ച് ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെ മണവാളൻ ഇത് തന്നെയാണ് ടാഗ് വന്നുകൊണ്ടിരിക്കുന്നത്. മണവാളിനെ പലതും പറയുന്നുണ്ട് ആൾക്കാർ. നമുക്കും വീഡിയോ ചെയ്യേണ്ടി വന്നു, കാരണം അതുപോലെയാണ് നമുക്ക് വരുന്ന മെസ്സേജസ്. ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതൊന്നുമല്ല ഇപ്പോൾ ഞാൻ പറയാവുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വന്നേക്കുന്നത്. അതായത് മണവാളൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. അതായത് മണവാളൻ ഒരുപാട് പേര് ചലഞ്ച് ചെയ്തിട്ടുണ്ടാകും. മണവാളൻ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞു. അത് മാത്രമല്ല, മണവാളനൊരു അടിപൊളി ഓഫർ വന്നിട്ടുണ്ട്. ഓഫർ വന്നേക്കുന്നത് ദ കട്ട്മാൻ എന്നറിയപ്പെടുന്ന അബ്ദുൽ മുനീറിന്റെ കയ്യിലാണ്. അബ്ദുൽ മുനീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് MMA ഫൈറ്ററാണ്. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ഫൈറ്റ്സ് കളിച്ച, ബ്രേവിലൊക്കെ ഫൈറ്റ് കളിച്ച് ചെയ്ത, അല്ലെങ്കിൽ UFC ഫൈറ്റർക്കെതിരെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈറ്ററാണ് അബ്ദുൽ മുനീർ. അത് മാത്രമല്ല BFC എന്നറിയപ്പെടുന്ന വലിയൊരു സ്റ്റാൻഡേർഡ് MMA ഇവന്റ്, ഇന്ത്യയിൽ നടക്കുന്ന വലിയ ഇവന്റുകളിലൊന്നാണ് BFC. അതേപോലെ സ്റ്റാൻഡേർഡ് MMA ഇവന്റിന്റെ ഡയറക്ടർ കൂടിയാണ്. മുനീറാണ് മണവാളൻ ഓഫർ കൊടുത്തേക്കണേ. ഒരു ഫൈറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ. ഈ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഫൈറ്റിൽ പങ്കെടുക്കാനാണോ അതോ വിജയിച്ചാലാണെന്ന് വ്യക്തമായിട്ട് അറിവായിട്ടില്ല. അതിനെക്കുറിച്ച് അറിയാനായിട്ട് എനിക്കും ആകാംക്ഷയുണ്ട്. മുനീറിന്റെ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് MMA പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ട് അവിടെ. അതിൽ ആരോട് വേണമെങ്കിലും മണവാളിന് ഫൈറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അത് മണവാളിനേക്കാളും വെയിറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ട്, പല വെയിറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. മണവാളിന്റെ വെയിറ്റ് എന്ന് 76 ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൽ തന്നെ വേണമെങ്കിൽ അതിൽ തന്നെ ചെയ്യാം. അതിൽ താഴെ വേണമെങ്കിൽ അതിൽ താഴെയുള്ള ഫൈറ്റേഴ്സ് ഉണ്ട്. ആരും, അതായത് പ്രോപ്പറായിട്ട് MMA ഫൈറ്റ് അറിയാവുന്ന, MMA പഠിക്കുന്ന ആളുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് മുനീർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഫൈറ്റിന് പങ്കെടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് എനിക്കും ആകാംക്ഷയുണ്ട്. മണവാളിന് ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമോ? മണവാളിനെ സംബന്ധിച്ചിടത്തോളം മണവാളിന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മണവാളിന് ഇപ്പോൾ സ്റ്റേറ്റ് ചാമ്പ്യനായി, ഇനി നാഷണൽ കളിക്കണം, ഇന്റർനാഷണൽ കളിക്കണം, ഇന്ത്യക്ക് വേണ്ടി മെഡൽ അടിക്കണം. അങ്ങനെയാണെങ്കിൽ മണവാളിന് കിട്ടാവുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ അബ്ദുൽ മുനീർ കൊടുത്തിട്ടുള്ളത്. അബ്ദുൽ മുനീറിലൂടെ അല്ലെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പുകളിലൂടെയൊക്കെ മണവാളിന് ഈ സ്റ്റേറ്റും നാഷണലും ഇന്റർനാഷണലും ഇതേപോലെ സ്പെഷ്യൽ ഫൈറ്റിംഗ് ഇവന്റുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ മണവാളൻ തയ്യാറാണോ എന്നാണ് ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്. അതേപോലെ അബ്ദുൽ മുനീറിന്റെ ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് മണവാളൻ ജസ്റ്റ് ഫൈറ്റ് ചെയ്താൽ 3 ലക്ഷം കൊടുക്കാമെന്നാണോ, അതോ മണവാളൻ ഫൈറ്റിൽ വിജയിച്ചാൽ 3 ലക്ഷം കൊടുക്കാമെന്നാണോ എന്നുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അബ്ദുൽ മുനീറിന്റെയും മണവാളിന്റെയും റെസ്പോൺസിനായിട്ട് പ്രതീക്ഷിക്കാം.